അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ പോലെ. ഇടയാളന്മാരുടെ ആവശ്യം നമുക്കില്ലല്ലോ. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചാൽ പോലെ. എന്തിനാണ് അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരോട് നാം പ്രാർത്ഥിക്കേണ്ടത്? അതിന്റെ ആവശ്യമില്ലല്ലോ. ഇത് ചോദിച്ചതിന്റെ പേരിൽ ഇസ്ലാമിന്റെ ആദർശം അതല്ല എന്നും ഇടയാളന്മാർ മുഖേന പ്രാർത്ഥിക്കലാണ് ഇസ്ലാമിന്റെ ആദർശമെന്നും ഔദ്യോഗികമായി ലെറ്റർ പേരിൽ കത്തെഴുതി മാലോകരെ അറിയിക്കാൻ പാകത്തിന് പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്ന ആളുകൾ മാറിയെങ്കിൽ ഈ സമുദായത്തിന്റെ അന്ധവിശ്വാസം ഈ സമുദായത്തിൽ എത്രമാത്രം ആഴത്തിൽ ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഏറ്റവും കൗതുകമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, മുസ്ലിം സമുദായത്തിൽ പച്ചയായ ശിർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അമുസ്ലിമീങ്ങളുടെ ദേവാലയങ്ങളിൽ പോയി ആരാധന നടത്തുന്ന ആളുകൾ മുസ്ലിം സമുദായത്തിൽ മുസ്ലിമീങ്ങളുടെ പേര് ധരിച്ച ആളുകളുണ്ട്. അങ്ങനെയുള്ള നിരവധി ആളുകളിൽ ഒരാളുടെ പോലും വീട്ടിലേക്ക് ഇത്തരത്തിലൊരു കത്ത് പോയിട്ടില്ല, നിങ്ങൾ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഒരാളുടെയും മഹലിലേക്ക് നിങ്ങളുടെ മഹലിൽപ്പെട്ട ഇന്ന വ്യക്തി ശിർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സംഘടന കത്തയച്ചിട്ടില്ല. മറിച്ച് അല്ലാഹുവിനെ ആരാധിക്കൽ, അവനെ മാത്രം ഇബാദത്ത് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞ വ്യക്തിയുടെ പാർട്ടിക്ക് കത്തയക്കാൻ പാകത്തിന് ഈ സമൂഹം അതപ്പതിച്ചുവെങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്ന് നമ്മൾ അറിയണം. ജാഹിലിയ്യത്തിന്റെ ഇടയാള സങ്കല്പത്തെ ഇന്നും മുസ്ലിം സമുദായം പേറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്, ജാഹിലിയ്യത്തിന്റെ വിധിയാണോ ഇവർ തേടുന്നത്?